മലയാളികൾക്ക് ത്രില്ലർ സിനിമയുടെ പുതിയ അനുഭവം നൽകിയ ചിത്രമായിരുന്നു ദൃശ്യം. ഇപ്പോഴിതാ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. നടൻ മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗലാട്ട തമിഴിനു വേണ്ടി സുഹാസിനിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ ദൃശ്യം 3യെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഷൂട്ട് ചെയ്യുന്നതിന് 5 വർഷം മുൻപേ സംവിധായകന്റെ കയ്യിലുണ്ടായിരുന്ന തിരക്കഥയായിരുന്നു ദൃശ്യമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഒരുപാട് പേരോട് തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ അവർക്ക് ഈ സിനിമ ബോധ്യപ്പെട്ടില്ല. ആന്റണിയാണ് തന്നോട് ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. തിരക്കഥ കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അവിശ്വസനീയമായ ഒന്നായിരുന്നു അതെന്നും മോഹൻലാൽ പറഞ്ഞു. കുടുംബത്തിനു വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കിയ ഘടകം. 6 വർഷത്തിനു ശേഷം ദൃശ്യം 2 പ്ലാൻ ചെയ്യുമ്പോഴാണ് കോവിഡ് എത്തുന്നത്. പക്ഷേ അത് മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണകരമായി. കാരണം ലോകമെമ്പാടുമുള്ളവർ ചിത്രം കണ്ടു. അടുത്തിടെ ഗുജറാത്തിൽ ചിത്രീകരണം നടക്കുമ്പോൾ അവിടുത്തുകാരായ നിരവധി പേർ ദൃശ്യം കാരണം തന്നെ തിരിച്ചറിഞ്ഞുവെന്നും മോഹൻലാൽ പറഞ്ഞു. ദൃശ്യം 2വിന് ശേഷം മറ്റു ഭാഷയിലെ പ്രേക്ഷകർ കൂടുതൽ മലയാളം സിനിമകൾ കാണാൻ തുടങ്ങി. മലയാളത്തിന് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കൊണ്ടുവന്ന സിനിമയായിരുന്നു ഇതെന്നും മോഹൻലാൽ പറഞ്ഞു. ദൃശ്യം 3 കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തങ്ങളിപ്പോഴെന്നും മോഹൻലാൽ പറഞ്ഞു. ദൃശ്യം 2 സൂപ്പർ ഹിറ്റായ ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. സംവിധായകൻ ജീത്തു ജോസഫ് അക്കാര്യം ആലോചനയിലുണ്ടെന്ന് പറഞ്ഞുവെങ്കിലും എപ്പോഴാകും ചിത്രം എത്തുകയെന്നുള്ള വ്യക്തമായ മറുപടികൾ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ.